സിലോജിസത്തിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് തരും, രണ്ടോ മൂന്നോ കൺക്ലൂഷൻസ് തരും, എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൺക്ലൂഷൻസിൽ രണ്ടെണ്ണം ട്രൂ ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് ട്രൂ ആയിരിക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഓൺലി 1 is true, only 2 is true, either 1 or 2 is true, അല്ലെങ്കിൽ neither 1 nor 2 is true, അല്ലെങ്കിൽ both 1 and 2 is true, അങ്ങനെ വരിക. അപ്പം either or എന്നുള്ളൊരു കേസ് ഉണ്ട്, അതൊരു സ്പെഷ്യൽ കേസാണ്. അപ്പം അത് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരികയാണ്, അതായത് സം എ ആർ ബി, സം ബി ആർ സി, നോ സി ഈസ് ഡി. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വിചാരിക്കുക. അപ്പൊ നമ്മൾ അത് എങ്ങനെ വരയ്ക്കുക? സം എ ആർ ബി, സം ബി ആർ സി, നോ സി ഈസ് ഡി. ഇതാണ് നമ്മൾ വരയ്ക്കുക. പക്ഷേ എന്നിട്ട് കൺക്ലൂഷൻ തരികയാണ് നമുക്ക്, സം എ ആർ ഡി, സം അല്ലെങ്കിൽ നോ എ ആർ ഡി. ഇതാണ് രണ്ട് കൺക്ലൂഷൻ വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സി ആയിട്ട് ഡിക്ക് കണക്ഷൻ വരാൻ പാടില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുള്ളൂ. ചിലപ്പോൾ ഡി ആയിട്ട് ബിക്ക് കണക്ഷൻ വരാം, എക്ക് കണക്ഷൻ വരാം. അപ്പോൾ ഇതിന് എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ളതുണ്ട് നോക്കാം. അപ്പോൾ എ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് എ, ഇത് ബി, ഇത് സി. ഇനി ഡീനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഡിയും സിയും ആയിട്ട് കണക്ഷൻ വരുന്നില്ല. അതല്ലെങ്കിൽ എ ഇത്, ബി ഇത്, സി ഇത്, എയും ബിയും കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡി ഇത് വരയ്ക്കാം. അതും അല്ലാണ്ട് ഇത് എ, ഇത് ബി, ഇത് സി, ഡീനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വരയ്ക്കാം. അതും അല്ലെങ്കിൽ വേറെ എന്താണ്, ഡീനെ അല്ലെങ്കിൽ ബീൻ്റെ ഉള്ളിലാക്കി വരയ്ക്കാം. അങ്ങനെ ഇഷ്ടംപോലെ പോസിബിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് വരും. അതായത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്തായാലും പാടുള്ളൂ, സിയു ആയിട്ട് ഡിക്ക് കണക്ഷൻ വരാൻ പാടില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുള്ളൂ. അത് വയലേറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞാലാണ് അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു, ഇപ്പൊ സം എ ആർ ഡി എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സം എ ആർ ഡി എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സം എ ആർ ഡി എന്നുള്ളത് ഫോൾസ് ആണെന്ന് പറയും. അതേപോലെ നോ എ ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോ എ ആർ ഡി ഇവിടെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഈ ഡീനെ വേണമെങ്കിൽ എ ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നോ എ ആർ ഡി എന്ന് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എയും ഡിയും ഉള്ള ഒരു റിലേഷൻ പോസിബിൾ ആണ്. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഫോൾസ് കൊടുക്കും. അങ്ങനെ നമ്മൾ ഇൻഡിവിജ്വലി അതൊക്കെ ഫോൾസ് ആവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല, ഇത് ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ എലമെന്റ്സ് നോക്കുക, സം എ ആർ ഡി, നോ എ ആർ ഡി, എയും ഡിയും രണ്ടും എലമെന്റ്സും സെയിം ആണ്, രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്തായാലും ഒന്നില്ലെങ്കിൽ എയും ഡിക്കും കണക്ഷൻ വരാം, അല്ലെങ്കിൽ എയും ഡിയും കണക്ഷൻ വരാണ്ട് വരയ്ക്കാം. അതാണ് അവിടെ മീനിങ്. അപ്പോൾ either 1 or 2 ഈസ് ഫോളോ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ either orന്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി അത് ഫോൾസ് ആയിരിക്കണം. അതായത് നമ്മുടെ കൺക്ലൂഷൻ ഇപ്പൊ സം എ ആർ ഡി എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയി പറയാൻ പറ്റില്ല, അത് ഫോൾസ് ആണ് പറഞ്ഞു. അതായത് ഇൻഡിവിജ്വലി അത് ഫോൾസ് ആണ്. നോ എ ആർ ഡി എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം എയും ഡിയും കണക്ഷൻ വരാം. അതുകൊണ്ട് ഇതും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. അതാണ് ഫസ്റ്റത്തെ റൂള്. രണ്ടാമത്തെ പറയുന്നത് കോംപ്ലിമെന്ററി പെയർസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ഡിനെയും കുറിച്ചിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലും എയും ഡിയും ആയിരിക്കണം. അതായത് എനെ ഡിനെ കുറിച്ചിട്ടാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്നത്. സം എ ആർ ഡി, നോ എ ആർ ഡി. അപ്പൊ കോംപ്ലിമെന്ററി പെയർസ് ആയിരിക്കണം. അത് കോംപ്ലിമെന്ററി എന്ന് പറയും, എയും ഡിയും. മൂന്നാമത്തേത് പറയുന്നത് ഒന്ന് പോസിറ്റീവ് ആയിരിക്കണം, ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവും ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവും. ഇതാണ് മെയിൻ ആയിട്ട് 3 റൂള്. either or വരാവുന്ന ചാൻസ്, അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴാണ്. സം എ ആർ ഡി, നോ എ ആർ ഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് കോംപ്ലിമെന്ററി പെയർ ആണ് നമ്മൾ തിരിച്ചറിയണം. എയും ഡിയും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് either or ആണ് വരാനുള്ള ചാൻസ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഇതേ കൺക്ലൂഷൻ തരുന്നത് സം എ ആർ ഡി, സം എ ആർ നോട്ട് ഡി. ഇതേ കൺക്ലൂഷൻസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സം എ ആർ ഡി, സം എ ആർ നോട്ട് ഡി.
അപ്പൊ സം എ ആർ ഡി നോക്കുക. സം എ ആർ ഡി എന്തായാലും വരില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. ഇനി സം എ ആർ നോട്ട് ഡി. സം എ ആർ നോട്ട് ഡി. സം എ എന്ന് പറയുന്ന പോർഷൻ ഇതാണ് അല്ലേ, എയും ബിയും ആണ് കണക്ഷൻ വരുന്നുള്ളൂ സമ്മിന്റെ ഭാഗത്ത്. പക്ഷെ ബിയും സിയും കണക്ട് ചെയ്ത ഭാഗമാണ് ഡി അല്ല എന്ന് പറയുന്നുള്ളൂ. എയും ബിയും കണക്ട് ചെയ്ത ഭാഗം ഡി അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഡീനെ വേണമെങ്കിൽ എ ആയിട്ട് കണക്ട് ചെയ്യാം, ബി ആയിട്ട് കണക്ട് ചെയ്യാം, എയും ബിയും ചേർന്നതായിട്ട് കണക്ട് ചെയ്യാം. അതായത് സം എ ആർ നോട്ട് ഡി എന്നുള്ളത് പോസിബിൾ അല്ല, അത് ഫോളോ ചെയ്യുന്നില്ല, ഇൻഡിവിജ്വലി അത് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സം എ ആർ ഡി ശരിക്കും ഫോളോ ചെയ്യുന്നില്ല, സം എ ആർ നോട്ട് ഡി ഫോളോ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 1ഉം 2ഉം ഫോളോ ചെയ്യില്ല എന്നല്ല എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? എയ്തർ 1 or 2 ഫോളോ എന്നാണ് ചെയ്യേണ്ടത്. കാരണം എന്താ, ഇത് രണ്ടും എയും ഡിയും രണ്ടും കോംപ്ലിമെന്ററി പെയർസ് ആണ്. ഒന്ന് സം ആണ്, ഒന്ന് സം നോട്ട് ആണ്. അതായത് ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്, പിന്നെ ഇൻഡിവിജ്വലി അത് ഫോൾസ് ആണ്. ഈ 3 റൂള് വയലേറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എയ്തർ ഓറിന് പോസിബിൾ ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയ്തർ ഓർ പോസിബിൾ ആയിട്ടുള്ളത് സമ്മിന്റെ കേസിൽ മാത്രമാണ്. അതായത് സമ്മും സം നോട്ടും വരണം, അല്ലെങ്കിൽ സമ്മും നോയും വരണം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കൺക്ലൂഷൻ തരികയാണ്, ഓൾ എ ആർ ബി, നോ എ ഈസ് ബി. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ തന്നു വിചാരിക്കാം. ഓൾ എ ആർ ഡി നമുക്ക് പറയാൻ പറ്റുമോ? പറയാനേ പറ്റില്ല. ഓളിന്റെ ഒരു കേസും നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല. അത് ഒരിക്കലും പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. അത് ഓൾ എ ആർ ഡി പറയാൻ പറ്റില്ല. നോ എ ഈസ് ഡി ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു, പറയാൻ പറ്റില്ല. ഇത് നോക്കുമ്പോൾ ഇതും കോംപ്ലിമെന്ററി പെയർസ് ആണ്. പക്ഷെ ഇതും അതെ കോംപ്ലിമെന്ററി പെയർസ് ആണ്, ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. പക്ഷെ അത് ഫോളോ ചെയ്യണമെന്നില്ല. അതായത് എയ്തർ ഓർ പോസിബിൾ ആയിട്ടുള്ളത് സമ്മും സം നോട്ടും, സമ്മും നോയും. ഈ 2 കേസ് വന്നു കഴിഞ്ഞാൽ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്പെഷ്യൽ സിലോജിസത്തിന്റെ. അപ്പൊ ഇത് ഈ റൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അതായത് സമ്മും സം നോട്ടും അല്ലെങ്കിൽ സമ്മും നോയും വരുമ്പോൾ അതില് കോംപ്ലിമെന്ററി പെയർസ് വരികയാണെങ്കിൽ അവ എയ്തർ ഓർ ആണ് വരുന്നത്. എങ്ങനെ? രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്ന് നമുക്കത് ഇൻഡിവിജ്വലി ഡെഫിനിറ്റ് പറയാൻ പറ്റരുത്. 2 ഫോൾസ് ആയി കിട്ടണം. പക്ഷെ നമ്മൾ നെയ്തർ നോർ അല്ല എടുക്കേണ്ടത്, എയ്തർ ഓർ. കാരണം എന്താണ്? ഇൻഡിവിജ്വലി ഫോൾസ് ആണ്, എയും ബിയും കോംപ്ലിമെന്ററി പെയർസ് ആണ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണ്. സമ്മിലും നോയിലും അല്ലെങ്കിൽ സമ്മിലും സം നോട്ടിലും. അപ്പൊ എയ്തർ ഓർ ഉള്ളത് ഒന്നില്ലെങ്കിൽ സം നോ, അല്ലെങ്കിൽ സം നോട്ട്. ഈ 2 കേസിലാണ് എയ്തർ ഓർ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ നോക്കാം. Sum A R B, sum A R B, sum B R C, all C R D, all C R D, all D R E. No E is F. പിന്നെ sum E R G. സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഒബേ ചെയ്യുന്ന രീതിക്ക് നമ്മൾ വരച്ചു. Sum A R B, sum B R C, all C R D, all D R E, no E is F, sum E R G. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുക. സം എഫ് ആർ ബി, എഫ് ഇവിടെ, ബി ഇവിടെ. സം എഫ് ആണ്. സം എഫ് പറയുമ്പോൾ എഫിന്റെ ഭാഗം നമുക്ക് ഇവിടെ ഇല്ല, സം ഇല്ല. അപ്പൊ ഈ എഫിനെയും ബിനെയും കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് നോ ഇ ഈസ് എഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇയും എഫും തമ്മിൽ കണക്ഷൻ വരാൻ പാടില്ല. അതായത് ഡിയും സിയും ആയിട്ട് കണക്ഷൻ വരാൻ പാടില്ല. അപ്പോ ഈ എഫിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതുമായിട്ട് കണക്ഷൻ വരില്ല. അപ്പൊ സം എഫ് ആർ ബി എന്ന് പറയുന്നത് പോസിബിൾ ആണ്. പക്ഷെ നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇങ്ങനെയും വരയ്ക്കാം. പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം. ബി ആയിട്ട് കണക്ഷൻ വരാണ്ടേയും വരയ്ക്കാം, ബി ആയിട്ട് കണക്ഷൻ വരുന്ന രീതിക്കും വരയ്ക്കാം. അപ്പോൾ സം എഫ് ആർ ബി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി അത് ഫോൾസ് ആണ്. പിന്നെ നോ എഫ് ഇസ് ബി, എഫും ബി തന്നെ. നോ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഈ വരച്ച രീതിക്ക് ബിയും എഫും കണക്ഷൻ ഇല്ല. പക്ഷെ ഈ എഫിനെ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ബിയും എഫും കണക്ഷൻ ഉണ്ട്. അപ്പൊ നോ എഫ് ഇസ് ബി എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ 1ഉം 2ഉം ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ നോക്കുക, എഫ് ബി അതായത് കോംപ്ലിമെന്ററി പെയർസ് ആണ്. ഇത് എഫ് ബി 2 എലമെന്റ്സും സെയിം ആണ്. പിന്നെ ഇത് ഫസ്റ്റത്തെ സം ആണ്, രണ്ടാമത്തെ നോ ആണ്. അതായത് ഫസ്റ്റത്തെ പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആണ്. അങ്ങനെ ആണെങ്കിൽ അവർ എന്തായിരിക്കും വരിക? എയ്തർ 1 or 2 is follow എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത്
ഇവിടെ ആ 3 റൂളും ഒബേ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇൻഡിവിജ്വലി 2 ഫോൾസ് ആണ്, കോംപ്ലിമെന്ററി പെയർസ് ആണ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, സമ്മും നോയും ആണ്. സമ്മും നോയിലും അല്ലെങ്കിൽ സമ്മും സബ്നോട്ടിലാണ് അത് ഫോളോ ചെയ്യുള്ളൂ. അതായത് എയ്തർ ഓർ എന്നുള്ള ഒരു കൺക്ലൂഷൻ നമ്മൾ വരും. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കുക, സം എഫ് ആർ എ. അടുത്തത് എഫും എയും തമ്മിലാണ് നോക്കുന്നത്. സം എഫ് ആർ എ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന്, അതായത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഒരു ഡയഗ്രം വരച്ചപ്പോൾ എയും എഫും കണക്ഷൻ ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ എഫിനെ വേണമെങ്കിൽ എ ആയിട്ട് കണക്ട് ചെയ്ത് വരച്ചൂടെ? ഇതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കേസാണ്. കാരണം എന്താ, ഇ ആയിട്ടും ഡി ആയിട്ടും സി ആയിട്ട് ഇക്ക് എഫിന് കണക്ഷൻ വരാതിരിക്കേണ്ടുള്ളൂ. ബി ആയിട്ട് വരാം, എ ആയിട്ട് വരാം. അങ്ങനെ വരികയാണെങ്കിൽ സം എഫ് ആർ എന്നുള്ളത് പോസിബിൾ ആണ്. പക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇങ്ങനൊരു ഡയഗ്രാം പോസിബിൾ ആണ്. അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് സം എഫ് ആർ എ എന്നുള്ളത് ഫോൾസ് ആണ്. അതേപോലെ നോ എഫ് ഈസ് എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കാരണം എന്താ, എഫിന് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വലി രണ്ടും ഫോൾസ് ആണ്, രണ്ടും കോംപ്ലിമെന്ററി പെയർസ് ആണ്. ഒന്ന് സമ്മിലും ഒന്ന് നോയിലാണ്, അതൊന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവിലാണ്. അപ്പൊ അത് എയ്തർ ഓർ, എയ്തർ 1 അല്ലെങ്കിൽ ഓർ 2 ഈസ് ഫോളോ. അടുത്തത് സം ജി ആർ എ. ജി ഇവിടെയാണ്, എ ഇവിടെയാണ്. ജിനെയും എനെയും കണക്ട് ചെയ്തിട്ട് ഇപ്പൊ കണക്ഷനിലാണോ ഇരിക്കുന്നത്? അല്ല. സം വേണമെങ്കിൽ പക്ഷെ ഈ ജീനെ ഈ ആയിട്ട് കണക്ട് ചെയ്യേണ്ടുള്ളൂ. വേണമെങ്കിൽ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം. അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കേസാണ്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ സം ജി ആർ എന്ന് ഡെഫിനറ്റ് ആയി പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല. നോ ജി ഈസ് എ നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ഡെഫിനറ്റ് ആയി പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് എയും ജിയും കണക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഈ ജിനെ ഇ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേർത്ത് വരയ്ക്കാം. ഇ ആയിട്ട് കണക്ഷൻ വന്നാൽ മതി. അപ്പൊ എ ആയിട്ട് വേണമെങ്കിൽ കണക്ഷൻ വരാം. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കേസാണ്. നോ ജി ഈസ് എ എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതും ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇൻഡിവിജ്വലി ഫോളോ ചെയ്യാത്തത് കൊണ്ട് രണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്നല്ല നമ്മൾ എടുക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ സം ജി ആർ എ, നോ ജി ഈസ് എ. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കോംപ്ലിമെന്ററി പെയർസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് എയ്തർ ഓർ, എയ്തർ 1 ഓർ 2 ഈസ് ഫോളോ എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. എന്താണ് അതിന്റെ റൂൾ ഒബേ ചെയ്യുന്നത് നോക്കിയാൽ മതി. സമ്മും നോയും ആണ്. അപ്പോൾ കോംപ്ലിമെന്ററി പെയർസ് ആണ്, ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല. അടുത്ത കേസ് നോക്കുക, സം എഫ് ആർ ഡി. എഫ് ഇതാണ്, ഡി ഇതാണ്. സം എഫ് ആർ ഡി നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം നോ ഡി ഈസ് എഫ് ട്രൂ ആണെന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞത്. ഓൾ സി ആർ ഡി, ഓൾ ഡി ആർ ഇ, നോ ഈസ് എഫ്, നോ ഇ ഈസ് എഫ്. അപ്പൊ ഇങ്ങനൊരു ഈ ഒരു സർക്കിൾ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇയും എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല, ഡിയും എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല, സിയും എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ നോ ഡി ഈസ് എഫ് അല്ലെങ്കിൽ നോ എഫ് ഈസ് ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നോ ഡി ഈസ് എഫ് ട്രൂ ആണെങ്കിൽ, അതായത് ഡിയും എഫും തമ്മിൽ കണക്ഷൻ വരാൻ പാടില്ലെങ്കിൽ അപ്പൊ ഈ സം എഫ് ആർ ഡി എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ സം എഫ് ആർ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. നോ എഫ് ഈസ് ഡി, നോ എഫ് ഈസ് ഡി എന്ന് പറയുന്നത് ട്രൂ അല്ലേ? കാരണം എന്താണ്? കാരണം എന്താ, ഓൾറെഡി ഇയു ആയിട്ട് എഫിന് കണക്ഷൻ ഇല്ല. അപ്പൊ ഡി ആയിട്ടും കണക്ഷൻ വരാൻ പാടില്ല. അപ്പൊ നോ ഡി ഈസ് എഫ് അല്ലെങ്കിൽ നോ എഫ് ഈസ് ഡി എന്ന് പറയുന്നത് ട്രൂ ആയ ഒരു കാര്യമാണ്. അതായത് രണ്ടാമത്തെ ഫോളോ ചെയ്യും, ആദ്യത്തെ ഫോളോ ചെയ്യില്ല. ഇവിടെ നോക്കുമ്പോഴും നമുക്കറിയാം സം എഫ് ആർ ഡി, നോ എഫ് ഈസ് ഡി കോംപ്ലിമെന്ററി ആണ്, സമ്മും നോയും ആണ്. പക്ഷെ ഫസ്റ്റത്തെ ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല, രണ്ടാമത്തത് ഫോളോ ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വലി രണ്ട് ഫോളോ ചെയ്യില്ലെങ്കിൽ നമ്മൾ എയ്തർ എടുക്കാൻ പാടുള്ളൂ. ഇത് നോക്കുമ്പോൾ എന്താണ്, രണ്ടാമത്തെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, ഒന്നാമത്തെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ആ നമ്മുടെ 3 റൂളിലെ ആ റൂളിൽ അത് വയലേറ്റ് ചെയ്തില്ലേ? ഏത് റൂൾ വരണമെങ്കിൽ രണ്ടും ഇൻഡിവിജ്വലി ഫോളോ ചെയ്യാതിരിക്കണം. ഫോൾസ് ആയാൽ മാത്രമാണ് എയ്തർ എന്നുള്ളൊരു കേസ് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഓൾറെഡി രണ്ടാമത്തത് ട്രൂ ആയതുകൊണ്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഓൺലി 2 ഈസ് ഫോളോ എന്ന് എടുക്കുക, എയ്തർ അല്ല വരിക. വേറെ രണ്ട് കേസ് കൂടി നോക്കാം. സം ഡി ആർ നോട്ട് എഫ്, സം ഡി ആർ എഫ്. സം ഡി ആർ നോട്ട് എഫ്, ഡിയും എഫും. സം ഡി പറയുമ്പോൾ എങ്ങനെ നോക്കാനാണ് പറഞ്ഞത്? ഡിന്റെ കുറച്ച് ഭാഗം നോക്കുക. സം ഡി പറയുമ്പോൾ ഡി ഓൾറെഡി എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ സം ഡിന്റെ ഇവിടുത്തെ ഉള്ളിലുള്ള സി ബട്ട ഭാഗവും എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല. അതായത് സം ഡി ആർ നോട്ട് എഫ് എന്നുള്ള പറയുന്നത് കറക്റ്റ് ആണ്, അതായത് ഇത് ഫോളോ ചെയ്യും. സമ്മിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെ നോക്കാന്ന്. പിന്നെ സം ഡി ആർ എഫ്, ഡിയും എഫും കണക്ഷൻ ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ സം ഡി ആർ എഫ് എന്തായാലും വരില്ല. സം ഡി ആർ എഫ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ സമ്മും സം നോട്ടും, അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, രണ്ടും കോംപ്ലിമെന്ററി. പക്ഷെ ഫസ്റ്റത്തെ ഫോളോ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ
ഫോളോ ചെയ്യുന്നില്ല. രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആയാലാണ് ആ റൂളും കൂടി ഒബേ ചെയ്താലാണ് എയ്തർ വരുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കേണ്ടത്? ഓൺലി 1 ഈസ് ട്രൂ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. എയ്തർ ഓർ വരില്ല. എന്നാൽ രണ്ടാമത്തെ നോക്കാം, സം ജി ആർ സി, ജിയും സിയും. സം ജി ആർ സി എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇത് നെഗറ്റീവ് ആയിട്ടില്ല, ജിയും സിയും കണക്ഷൻ വരാം, പക്ഷേ സം ജി ആർ സി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു പോസിബിൾ ആയിട്ടുള്ള കേസ് എടുക്കണമെങ്കിൽ ജിയും സിയും ഇവിടെ കണക്ഷൻ ഇല്ല. പക്ഷേ ഈ ജീനെ ഇയും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെയാണ് ജി വരയ്ക്കുന്നതെങ്കിൽ സിയും ജിയും കണക്ഷൻ വരും. അപ്പോൾ സം ജി ആർ സി എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. അടുത്തത് സം ജി ആർ നോട്ട് സി. സം ജി ആർ നോട്ട് സി എന്ന് പറയാൻ പറ്റുമോ? സം ജി ആർ നോട്ട് സി, ഇവിടെ ഇതുമായിട്ട് കണക്ഷൻ ഇല്ല, പക്ഷെ ഈ ജിനെ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിയും സിയും കണക്ഷൻ വരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ജിയും സിയും കണക്ഷൻ വരച്ച് സം ജി ആർ നോട്ട് സി എന്ന് പറയുന്നത് ട്രൂ അല്ല, ഫോൾസ് ആണ്. മനസ്സിലായി ചോദിക്കുന്നു. സം ജി ആർ നോട്ട് സി എന്നാണ് കൺക്ലൂഷൻ. സം ജി ആർ നോട്ട് സി പറയുമ്പോൾ ജിയും സിനെയും കണക്ട് ചെയ്തിട്ട് ഇവിടെ വരയ്ക്കാം എന്ന് പറഞ്ഞു. ഇതിവിടെ ജിയും സിയും കണക്ഷൻ ഇല്ലാണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ കണക്ഷൻ ഇല്ലാണ്ടെയും വരയ്ക്കാം, കണക്ഷൻ ആയിട്ടും വരയ്ക്കാം. അപ്പൊ കണക്ഷന് സം ജി ആർ സി എന്ന് പറയുന്നതും ഡെഫിനിറ്റ് അല്ല, സം ജി ആർ നോട്ട് സി എന്ന് പറയുന്നതും ഡെഫിനിറ്റ് അല്ല. അപ്പോൾ ഡെഫിനിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ജിയും സിയും കോംപ്ലിമെന്ററി പെയർസ് ആണ്. സം ആണ് മുകളിൽ, രണ്ടാമത്തെ സം നോട്ട്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, രണ്ടും ഇൻഡിവിജ്വലി ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എയ്തർ വരും, എയ്തർ 1 or 2 ഈസ് ഫോളോ എന്ന് വരും. മനസ്സിലായിട്ടായിരിക്കുന്നു. ജിയും സിയും ആണ് കണക്ഷൻ. ജിയും സിയും കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെ വരയ്ക്കാം, കണക്ഷൻ ആയിട്ടും ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ജിയും സിയും കണക്ഷൻ ഉണ്ട്. സം ജി ആർ സി എന്ന് പറയുന്നത് ഡെഫിനിറ്റ് അല്ല, സം ജി ആർ നോട്ട് സി എന്ന് പറയുന്നതും ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി അത് രണ്ടും ഫോൾസ് ആണ്. രണ്ടും ഫോൾസ് ആണെങ്കിലും നൺ ഈസ് ഫോളോ എന്നുള്ള ഓപ്ഷൻ അല്ല എടുക്കേണ്ടത്, എയ്തർ 1 or 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണ്, രണ്ട് കോംപ്ലിമെന്ററി പെയർസ് ആണ്. അതായത് ഒന്ന് സമ്മും ഒന്ന് സം നോട്ട് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ് ഒന്ന് നെഗറ്റീവ് ആണ്. ജിയും സിയും രണ്ട് എലമെന്റ്സും സെയിം ആണ്. അപ്പൊ എയ്തർ ഓർ 1 or 2 എന്ന് വരുന്നതിന്റെ കേസ് മനസ്സിലായി വിചാരിക്കുന്നു. 3 റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. കൺക്ലൂഷൻസ് രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആയിരിക്കണം, അതായത് ഇൻഡിവിജ്വലി അതൊന്ന് ഡിറൈവ് ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്നത് രണ്ട് എലമെന്റ്സും സെയിം ആയിരിക്കണം. പിന്നെ പറയുന്നത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. പോസിറ്റീവും നെഗറ്റീവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് സം ആണെങ്കിൽ ഒന്ന് സം നോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ സം ആണെങ്കിൽ നോ ആയിരിക്കണം. അതല്ലാണ്ട് ഓൾ നോ എന്നുള്ളൊരു പോസിബിലിറ്റി ഇവിടെ വരുന്നില്ല. എയ്തർ ഓർ വരുന്നത് സമ്മിന്റെ കേസിൽ മാത്രമാണ്. സമ്മും സം നോട്ടും അല്ലെങ്കിൽ സമ്മും നോയും അല്ലെങ്കിൽ സമ്മും സം നോട്ടും, ഇതിലാണ് എയ്തറിന്റെ കേസ് വരുന്നത്. ഈ 3 റൂള് പഠിച്ചു വെക്കുക. ഈ 3 റൂള് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ എയ്തർ 1 or 2 എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതാണ് സിലോജിസത്തിലെ ഒരു സ്പെഷ്യൽ കേസാണിത്. ഇത് കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി വിചാരിക്കണം. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക, സം കാർ ആർ ബസ്. കാറിനെ കണക്ട് ചെയ്തുകൊണ്ട് ബസ് വരച്ചു. സം കാർ ആർ ബസ്. ഓൾ ബസ് ആർ ബൈക്ക്. അപ്പൊ ബസ്സിനെ കവർ ചെയ്തുകൊണ്ട് ബൈക്ക് വരയ്ക്കുക. നോ ബസ് ഈസ് ട്രെയിൻ. ബസ്സും ട്രെയിനും തമ്മിൽ കണക്ഷൻ ഇല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. നോ ബസ് ഈസ് ട്രെയിൻ. സം ട്രെയിൻ ആർ വാൻ. ഇത് ട്രെയിന്, ഇത് വാൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു ഡയഗ്രാം വരച്ചു. ഇനി നോക്കുക, ഫസ്റ്റ് കൺക്ലൂഷൻ, സം കാർ ആർ ബൈക്ക്, നോ കാർ ഈസ് ബൈക്ക്. കാറും ബൈക്കും ആണ്. കാർ ഇവിടെ, ബൈക്ക് ഇവിടെ. സം കാർ ആർ ബൈക്ക് ഓൾറെഡി നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കിട്ടില്ലേ? കാരണം എന്താ, സം കാർ ആർ ബസ് ആണ്, ഓൾ ബസ് ഈസ് ബൈക്ക് ആണ്. ഈ പോർഷൻ എന്ന് പറയുന്നത് കാറും ബസ്സും തമ്മിലുള്ള കണക്ഷനാണ്, കാറും ബൈക്കും തമ്മിലുള്ള കണക്ഷനാണ്. അപ്പൊ സം കാർ ആർ ബൈക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അത് ഫോളോ ചെയ്യും. രണ്ടാമത് നോ കാർ ഈസ് ബൈക്ക്. സം കാർ ആർ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോ കാർ ഈസ് ബൈക്ക് പറയുന്നത് ഫോൾസ് അല്ലേ? കാരണം കാറും ബൈക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ കണക്ഷൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നോ കാർ ഈസ് ബൈക്ക് ഫോളോ ചെയ്യില്ല. അതായത് ഓൺലി 1 ഈസ് ട്രൂ എന്നാണ് ഫസ്റ്റത്തെ വരിക. ഇനി രണ്ടാമത്തെ നോക്കുക, സം വാൻ ആർ ബസ്. വാൻ ഇവിടെ, ബസ് ഇവിടെ. സം വാൻ പറയുന്നത് എന്താ, ട്രെയിനിന്റെ ഭാഗമാണ് ഈ ഒരു ഭാഗം. സം വാൻ ആർ ബസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമുക്ക് കിട്ടുന്ന ഇതെന്താ, സം വാൻ ആർ നോട്ട് ബസ് ആണ് വരിക. നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, ഒന്ന് ബസ്, നോ ബസ് ഈസ് ട്രെയിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സം ബൈക്ക് ആർ നോട്ട് ട്രെയിൻ എന്ന് വരാം. കാരണം എന്താ, ബൈക്കിന്റെ കുറച്ച് ഭാഗം ട്രെയിൻ അല്ല, ബൈക്കിന്റെ കുറച്ച് ഭാഗമാണ് ബസ് ട്രെയിൻ അല്ല പറഞ്ഞാൽ ബൈക്കിന്റെ കുറച്ച് ഭാഗം ട്രെയിൻ അല്ല. അതായത് സം ബൈക്ക് ആർ നോട്ട് ട്രെയിൻ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സം
സം വാൻ എന്ന് പറയുന്നത് ട്രെയിനിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഭാഗം ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ സം വാൻ ആർ ബസ് എന്ന് പറയുന്നത് ട്രൂ ആണോ? അല്ലല്ലോ, അത് ഫോളോ ചെയ്യില്ല. സം വാൻ ആർ ബസ്, സം വാൻ ആർ ബസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യില്ല. അടുത്ത സം വാൻ ആർ നോട്ട് ബസ്, സം വാൻ ആർ നോട്ട് ബസ്, ട്രെയിനായിട്ട് കണക്ഷൻ ഇല്ല. സം വാൻ എന്ന് പറഞ്ഞ പോർഷൻ ഇതാണ്. ആ ട്രെയിനായിട്ട് ബസ്സിന് കണക്ഷൻ ഇല്ല. ട്രെയിനിന്റെ കുറച്ച് ഭാഗം വാനാണ്. അപ്പൊ വാനിന്റെ കുറച്ച് ഭാഗം ട്രെയിനാണ്, വാനിന്റെ കുറച്ച് ഭാഗത്തിന് ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല. അതാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. അപ്പോൾ സം വാൻ ആർ നോട്ട് ബസ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്, ഫോളോ ചെയ്യും. മനസ്സിലായി വിചാരിക്കുന്നു. വാനും ബസ്സും തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. വാനും ബസ്സും തമ്മിൽ ഡയഗ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ കണക്ഷൻ ഇല്ല. പക്ഷേ വാനിന്റെ കുറച്ച് ഭാഗം ട്രെയിനാണ്. ആ ട്രെയിന് ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല. അതായത് സം വാൻ ആർ നോട്ട് ബസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അത് ട്രൂ ആയതുകൊണ്ട് തന്നെ വാനും ബസ്സും തമ്മിലുള്ള ഡെഫിനിറ്റ് റിലേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ സം വാൻ ആർ ബസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ സം വാൻ ആർ നോട്ട് ബസ് കറക്റ്റ് ആണ്. കാരണം സം വാൻ ആർ നോട്ട് ബസ്, ട്രെയിനും ബസ്സും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ഫോളോ ചെയ്യും. അടുത്തത് സം ട്രെയിൻ ആർ കാർ, ട്രെയിൻ ഇവിടെ, കാർ ഇവിടെ. ട്രെയിനിന് ബസ്സുമായിട്ടാണ് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. നോ ബസ് ഈസ് ട്രെയിനിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളൂ. ഈ ട്രെയിനിന് നമുക്ക് ബസ്സുമായിട്ട് കണക്ട് ചെയ്യാണ്ട് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇവിടെ ട്രെയിൻ വരയ്ക്കുന്ന വെച്ചാൽ തൊട്ടടുത്ത് ഇവിടെ വാനും വരും. അപ്പൊ ഈ ട്രെയിനും കാറും തമ്മിലുള്ള ഒരു റിലേഷൻ പോസിബിൾ ആണല്ലോ. ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ അവർ തമ്മിലുള്ള റിലേഷൻ ഇല്ല എന്ന്. അപ്പോൾ സം ട്രെയിൻ ആർ കാറിന് ഒരു റിലേഷൻ കിട്ടും. പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ കാറുമായിട്ട് റിലേഷൻ വരാണ്ട് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ കാറുമായിട്ട് റിലേഷനും വരാം. പക്ഷെ അത് രണ്ടും ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സം ട്രെയിൻ ആർ കാറിന് ഇൻഡിവിജ്വലി അത് ഫോൾസ് ആണ്. കാരണം റിലേഷൻ ഇല്ലാണ്ട് നമുക്ക് വരയ്ക്കാം. നോ ട്രെയിൻ ഈസ് കാർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. കാരണം എന്താണ്? ട്രെയിനിനെ കണക്ട് ചെയ്തിട്ടും വരയ്ക്കാം, ട്രെയിനിനെ കണക്ട് ചെയ്തിട്ടും വരയ്ക്കാം, ട്രെയിനിനെ കണക്ഷൻ ഇല്ലാണ്ട് വരയ്ക്കാം. രണ്ടും ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആണെങ്കിൽ പോലും ഇവിടെ രണ്ടും കോംപ്ലിമെന്ററി പെയേഴ്സ് ആണ്. ട്രെയിന് കാറ്, ട്രെയിന് കാറ്. അതേപോലെ ഒന്ന് സമ്മാണ്, ഒന്ന് നോയാണ്. അപ്പൊ 3 റൂൾ ഒബേ ചെയ്തില്ലേ? അതായത് ഇൻഡിവിജ്വലി ഫോൾസ് ആയി, കോംപ്ലിമെന്ററി പെയേഴ്സ് ആയി, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയി, സമ്മും നോയും ആണ്. സമ്മും നോയും ആണെങ്കിൽ എയ്തർ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇത് എയ്തർ ഓർ എന്നുള്ള കേസാണ് വരുന്നത്. എയ്തർ ഓർ ആണ്. എയ്തർ 1 or 2 ഈസ് ഫോളോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ഓൾ ബൈക്ക് ആർ ബസ്, ബൈക്കും ബസ്സും തമ്മിലുള്ള കണക്ഷനാണ് വരുന്നത്. ബൈക്ക് ഇതാണ്, ബസ് ഇതാണ്. അപ്പൊ ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്താ? ഓൾ ബസ് ആർ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ബൈക്ക് ആർ ബസ് ആണല്ലോ. അതാണ് അതിന് കിട്ടുന്ന കൺക്ലൂഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ബൈക്ക് ആർ ബസ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഓൾ എ ആർ ബി എന്നുള്ളതിന്റെ അർത്ഥം സം ബി ആർ എ എന്നാണ്. തിരിച്ച് ഓൾ ബി ആർ എ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ എ ആർ ബി പറഞ്ഞാൽ സം ബി ആർ എ ആണ് ട്രൂ ഉള്ളൂ. അപ്പോൾ ഓൾ ബൈക്ക് ആർ ബസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫോൾസ് ആണ്. അത് എന്തായാലും ഫോളോ ചെയ്യില്ല. പിന്നെ നോ ബൈക്ക് ഈസ് ബസ്, സം ബൈക്ക് ഈസ് ബസ് എന്ന് പറഞ്ഞാൽ പിന്നെ നോ ബൈക്ക് ഈസ് ബസ് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ? സം ബൈക്ക് ആർ ബസ്, ബൈക്കിന്റെ കുറച്ച് ഭാഗം ബസ്സാണ്. അതുകൊണ്ട് ബസ്സും ബൈക്കും തമ്മിലൊരു റിലേഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നോ ബൈക്ക് ഈസ് ബസ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അത് ഫോൾസ് ആണ്. അതായത് രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. ഇവിടെ രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. പക്ഷേ കോംപ്ലിമെന്ററി പെയേഴ്സ് ആണ്. പക്ഷേ ഇവിടെ എയ്തർ എക്സിസ്റ്റ് ചെയ്യോ? ഇതാണ് പറഞ്ഞത്. ഒന്ന് ഓളും ഒന്ന് നോയും. ഒന്ന് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞു എയ്തർ ഓർ എക്സിസ്റ്റ് ചെയ്യുന്നത് സമ്മും സം നോട്ട് അല്ലെങ്കിൽ സമ്മും നോയിലുമാണ്. ഓളും നോയിലും അത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഒരിക്കലും അത് എയ്തർ ഓർ ഒരിക്കലും എഴുതരുത്. അത് എപ്പോഴും മാറിപ്പോകുന്ന ഒരു ഭാഗമാണ്. ഓൾ ബൈക്ക് ആർ ബസ്, നോ ബൈക്ക് ഇസ് ബസ്, നോട്ട് എയ്തർ ഓർ. അത് പറയുന്നത് നെയ്തർ നോർ ആണ്. ഒന്നും ഫോളോ ചെയ്യില്ല, രണ്ടാമത്തെയും ഫോളോ ചെയ്യില്ല. ഒന്നാമത്തെയും ഫോളോ ചെയ്യില്ല, രണ്ടാമത്തെയും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണ്? 3 റൂൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ഓളിലാണ് നിൽക്കുന്നത്, ഒന്ന് നോയിലാണ് നിൽക്കുന്നത്. സമ്മും സം നോട്ടോ അല്ലെങ്കിൽ സമ്മും നോയും വന്നു കഴിഞ്ഞാൽ മാത്രമേ എയ്തർ ഓർ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നെയ്തർ നോർ എന്നുള്ള ഒരു ഓപ്ഷനാണ് വരിക. അടുത്ത് നോക്കുക, സം വാൻ ആർ കാർ, സം വാൻ ആർ നോട്ട് കാർ. വാനും കാറും തമ്മിലാണ്. ഇതാണ് വാന്, ഇവിടെയാണ് കാറ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ട്രെയിനിനെ നമുക്ക് ബസ്സിനെ കണക്ട് ചെയ്യാണ്ട് വരച്ചാൽ മതി. അപ്പോൾ ഈ ട്രെയിന് ഇവിടെയാണ് വരയ്ക്കുന്നത് വിചാരിക്കുക. ട്രെയിൻ ഇവിടെ വരച്ചു,
സം ട്രെയിൻ ആർ വാൻ എന്നാണ്. അപ്പോൾ നമ്മൾ വാനിന് ഇവിടെയും വരച്ചു. അപ്പോൾ ഇവിടെ സം ട്രെയിൻ ആർ വാൻ എന്നും പോസിബിളായി, ഈ ട്രെയിന് ബസ് കണക്ട് ചെയ്യാണ്ട് വരയ്ക്കും ചെയ്തു. ഇങ്ങനൊരു കേസ് വരികയാണെങ്കിൽ സം വാൻ ആർ കാർ അവിടെ പോസിബിളാണ്. വാനും കാറും തമ്മിലൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ട്രെയിനും വാനും ഇങ്ങനെയും വരയ്ക്കാം. അതായത് പോസിബിൾ ആയിട്ടുള്ള 2 കേസാണ് അവിടെ വരുന്നത്. അപ്പോൾ കാറും വാനും തമ്മിലുള്ള റിലേഷൻ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സം വാൻ ആർ കാർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അടുത്ത സം വാൻ ആർ നോട്ട് കാർ. ഇതാണ് സം വാൻ എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഇവിടെ ഈ സം വാൻ ആർ നോട്ട് കാർ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കാറും വാനും തമ്മിലും കാറും ട്രെയിനും തമ്മിലും റിലേഷൻ ഉണ്ട്. അതായത് വാനും ട്രെയിനും തമ്മിലുള്ള റിലേഷൻ ആണല്ലോ സം വാൻ എന്ന് പറയുന്നത്. ആ സം വാന് കാറിൽ ഇൻക്ലൂഡഡ് ആവാം. കാറിൽ ഈ വാനും ട്രീയും ചേർക്കാം. അല്ലെങ്കിൽ തിരിച്ചും വരയ്ക്കാം. അതായത് ഇപ്പോൾ കാർ ഇവിടെ, ബസ് ഇത്, ബൈക്ക്, ഈ ട്രെയിൻ അവിടെ വരയ്ക്കുന്നതിന് പകരം ഇതിൻ്റെ ഉള്ളിൽ വരച്ചൂടെ? അതായത് ട്രെയിന് ഇവിടെ, സം ട്രെയിൻ ആർ വാന്, ഇങ്ങനൊരു കേസും പോസിബിളാണ്. ഇങ്ങനത്തെ കേസാവുമ്പോൾ ട്രെയിനും വാനും കാറിൻ്റെ ഉള്ളിലാണ്. അതായത് സം ട്രെയിൻ അല്ലെങ്കിൽ സം വാൻ എന്ന് പറയുന്ന ഭാഗം കാറിൽ ഇൻക്ലൂഡ് ആണ്. കാറും സം വാനും തമ്മിലുള്ളൊരു റിലേഷൻ പോസിബിൾ ആണ്. അപ്പോൾ സം വാൻ ആർ നോട്ട് കാർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സം വാൻ ആർ കാറാണ്, സം വാൻ ആർ കാറാണ്, സം ട്രെയിൻ ആർ കാറാണ്. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൾ വാനും കാറാണ്. അപ്പോൾ ആ ഒരു കേസും വരുന്നതുകൊണ്ട് സം വാൻ ആർ നോട്ട് കാർ എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. 2 ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. സമ്മും സം നോട്ടും ആണ്. അപ്പോൾ എയ്തറിൻ്റെ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. 2ഉം കോംപ്ലിമെൻ്ററി പെയറാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? എയ്തർ ഓർ ആയിരിക്കും. എയ്തർ ഓർ. കാരണം എന്താണ്? സം വാൻ ആർ കാറിന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം സം വാൻ അല്ലാണ്ടെയും വരയ്ക്കാം. കാറിനെയും വാനിനെയും കാറിനെയും കണക്ട് ചെയ്യാണ്ടെയും വരയ്ക്കാം, കണക്ട് ചെയ്തിട്ടും വരയ്ക്കാം. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് ഫോൾസ് ആയി. സം വാൻ ആർ നോട്ട് കാറിന് ഡെഫിനറ്റ് ആയി പറയാൻ പറ്റില്ല. കാരണം എന്താ? സം വാൻ ആർ കാറ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ 2ഉം ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. സമ്മും സം നോട്ടിലുമാണ്. അപ്പോൾ എയ്തർ എക്സിസ്റ്റ് ചെയ്യും. 2ഉം കോംപ്ലിമെൻ്ററി പെയേഴ്സാണ്. അപ്പോൾ എയ്തർ 1 or 2 ഫോളോ എന്നുള്ളതാണ് വരിക. അപ്പോൾ ഈ സിലോജിസത്തിൻ്റെ സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള എയ്തർ ഓർ വരുന്ന ഭാഗം, അതായത് കോംപ്ലിമെൻ്ററി പെയേഴ്സ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എപ്പോൾ കോംപ്ലിമെൻ്ററി പെയേഴ്സ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ എയ്തർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എയ്തർ ആയിരിക്കും വരിക. താങ്ക് യു.